എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിപ്രോയിലേക്കുള്ള ജോബ് വേക്കൻസിയാണ് നമ്മൾ നോക്കുന്നത്. വിപ്രോയിലേക്ക് ഇപ്പോൾ ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് നല്ലൊരു അവസരമുണ്ട്. ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റൈഫൻഡോട് കൂടി ഹയർ സ്റ്റഡീസിനും അവസരമുണ്ട്. ഹയർ സ്റ്റഡീസ് വരുന്നത് വിപ്രോയുടെ സ്പോൺസർഷിപ്പിലാണ്. അപ്പോൾ നല്ലൊരു അവസരമാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിപ്രോയുടെ സിം എന്ന് പറഞ്ഞ റിക്രൂട്ട്മെൻ്റ് ആണ്, അതായത് സ്കൂൾ ഓഫ് IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഡിപ്ലോമ യോഗ്യതയുടെയാണ്. ഡിപ്ലോമ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇത്രയും സ്ട്രീമുകളിൽ ഡിപ്ലോമയുള്ളവർക്ക് അവസരമുണ്ട്. ഡിപ്ലോമ പാസ്സാവേണ്ട ഇയർ എന്ന് പറയുന്നത് 2023, 24, 25 പാസ്സാവുന്നവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ 3 ഇയേഴ്സിൽ പാസ്സായവർക്കാണ് അവസരമുള്ളത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ്, +2 കൂടാതെ ഡിപ്ലോമയാണ്. ഡിപ്ലോമയ്ക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഡെസിഗ്നേഷൻ വരുന്നത് സ്കോളർ ട്രെയിനി ആണ്, അതായത് പഠിച്ചുകൊണ്ട് തന്നെയാണ് ജോലി വരുന്നത്. മന്ത്ലി സ്റ്റൈഫൻഡ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ ലഭിക്കുന്നത് 12,400 രൂപയാണ്. സെക്കൻഡ് ഇയർ 15,488 രൂപ. തേർഡ് ഇയർ 17,553 രൂപ. ഫോർത്ത് ഇയർ 19,618 രൂപയാണ് സ്റ്റൈഫൻഡ് ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ മെഡിക്കൽ ആൻഡ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ അലവൻസുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ബേസിലാണ്. നിങ്ങൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 ആണ്. സ്റ്റൈഫൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ജോലിയുടെ കൂടെ തന്നെ, ഇപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ BTech പഠിക്കാനുള്ളൊരു അവസരം കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. ഡിപ്ലോമ ഹോൾഡേഴ്സിന് ഹയർ സ്റ്റഡീസ് കൊടുത്തിട്ടുള്ളത് BTech ആണ്. അപ്പോൾ നിങ്ങൾക്ക് BTech പഠിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനുള്ള അവസരമാണ്. അതായത് വിപ്രോയിൽ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ BTechയുടെ ഡിഗ്രി കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്യുന്നത് വിപ്രോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റൈഫൻഡോട് കൂടി ജോലി ചെയ്തുകൊണ്ട് BTech പഠിക്കാനൊരു അവസരം കൂടി കിട്ടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ഡിപ്ലോമ പാസ്സായത് 2023, 24, 25 വർഷത്തിലായിരിക്കണം. നിങ്ങളുടെ 10ാം ക്ലാസ്സും ഡിപ്ലോമയും തമ്മിൽ മാക്സിമം 3 ഇയേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ഗ്യാപ്പേ വരാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡിപ്ലോമ ഫുൾ ടൈം കോഴ്സ് ആയിരിക്കണം. പാർട്ട് ടൈമോ അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റോ ഒന്നും ആവാനായിട്ട് പാടില്ല. ഡിപ്ലോമയിൽ ഒരു സബ്ജക്റ്റ് മാത്സ് ആയിരുന്നിരിക്കണം. കുറഞ്ഞ പ്രായപരിധി 18 വയസ്സുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് റൗണ്ട് 1 ഓൺലൈൻ അസസ്മെൻ്റ് ഉണ്ട്. അതിൽ വരുന്നത് വെർബൽ 20 മിനിറ്റ്, അനലിറ്റിക്കൽ 20 മിനിറ്റ്, ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് 20 മിനിറ്റ് വരുന്നുണ്ട്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റൗണ്ട് 2 ആയിട്ട് ബിസിനസ് ഡിസ്കഷൻ, HR ഡിസ്കഷൻ, പ്രീ സ്കിൽ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നീട് ഇവിടെ സർവീസ് എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് 48 മാസം നിങ്ങളവിടെ ജോലി ചെയ്യാവുന്നൊരു എഗ്രിമെൻറ്റ് നിങ്ങൾ കൊടുത്തിട്ട് വേണം ജോലിക്ക് കയറാനായിട്ട്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ കംപ്ലീറ്റ് ആക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോഴ്സിന് വേണ്ടിയിട്ട് അവർ കൊടുത്ത ക്യാഷ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതായത് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വിപ്രോ കൊടുത്തിട്ടുള്ള ക്യാഷ് പേ ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളവർ മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. 48 മാസമാണ് സർവീസ് വരുന്നത്. നിങ്ങൾക്കിവിടെ രജിസ്റ്റർ ആവുന്നൊരു ഓപ്ഷനുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഡിഗ്രിയുടെ നോക്കാം. ഡിഗ്രിയുടെ നോക്കുകയാണെങ്കിൽ കൊടുത്തിട്ടുള്ളത് വിപ്രോസ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാം ആണ് വരുന്നത്. ഇതും ഓൾ ഇന്ത്യ ബേസിലാണ് വരുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 തന്നെയാണ്. ഇവിടെ സ്റ്റൈഫൻഡ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സ്റ്റൈഫൻഡ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ 15,000 രൂപയാണ് വരുന്നത്. പ്ലസ് 488 രൂപ ESI വരുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ 17,000, തേർഡ് ഇയറിൽ 19,000, ഫോർത്ത് ഇയറിൽ 23,000 ആണ് വരുന്നത്. ഡിഗ്രി ബേസിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് BCA അല്ലെങ്കിൽ BSc ആണ്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA അല്ലെങ്കിൽ BSc ആണ്. BScയിൽ തന്നെ പറയുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്,
ഇലക്ട്രോണിക്സ് ആൻഡ് ഫിസിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയും സ്ട്രീമുണ്ട്. അപ്പോൾ ഈ BSc അല്ലെങ്കിൽ BCA ഉള്ളവർക്കാണ് അവസരമുള്ളത്. അപ്പോൾ ഇവിടെ BCA അല്ലെങ്കിൽ BSc ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വരുന്നത് MTech ആണ്. MTech പഠിക്കാനുള്ള അവസരമാണ് കിട്ടുന്നത്. MTech ആണ് ഹയർ സ്റ്റഡീസ് വരുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് +2 കൂടാതെ ഡിഗ്രിയാണ്. ഡിഗ്രിക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇയർ ഓഫ് പാസിംഗ് വരുന്നത് 2023 24 ആണ്. ഈ 2 വർഷങ്ങളിൽ പാസ്സായവർക്കാണ് അവസരമുള്ളത്. ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. റെഗുലർ കോഴ്സ് ആയിരിക്കണം. ഡിഗ്രിക്ക് ഒരു സബ്ജക്റ്റ് മാത്സ് ആയിരിക്കണം. 10ാം ക്ലാസ്സും ഡിഗ്രിയും തമ്മിൽ കുറഞ്ഞത് 3 വർഷത്തെ ഗ്യാപ്പേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ അസസ്മെൻ്റ് ഉണ്ട്, ബിസിനസ് ഡിസ്കഷനുണ്ട്, HR ഡിസ്കഷനുണ്ട്. അതുപോലെ തന്നെ സർവീസ് എഗ്രിമെൻറ്റ് കൊടുക്കണം. 60 മാസമാണ് എഗ്രിമെൻറ്റ് വരുന്നത്. ഡിപ്ലോമയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 60 മാസം കംപ്ലീറ്റ് ആവാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പകുതി വെച്ച് നിർത്തിയിട്ട് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ക്യാഷ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എപ്പോഴാണ് നിർത്തിയിട്ട് പോകുന്നത് അത്രയും നാളത്തെ കോഴ്സിൻ്റെ ക്യാഷ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സർവീസ് എഗ്രിമെൻറ്റ് 60 മാസമാണ്, മറക്കണ്ട. സെലക്ഷൻ റിസൾട്ടൊക്കെ നിങ്ങളെ മെയിൽ വഴിയായിരിക്കും അവർ അറിയിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ലൊരു അവസരമാണ്. ക്വാളിഫിക്കേഷൻ മറക്കണ്ട. BCAയും BSc ഉള്ളവർക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർക്ക് അവസരമുണ്ട്, അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 31 ആണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിപ്രോയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് ജോലിയുടെ കൂടെ തന്നെ ഹയർ സ്റ്റഡീസിനുള്ള അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല സ്റ്റൈഫൻഡോട് കൂടി ജോലി ചെയ്യാനും പഠിക്കാനും അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താം. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.